ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ തന്നെ. ഇന്നൊരു മീൻ കറിയാണ്. അയിലക്കുട്ടികളെ കിട്ടി. കുട്ടികളെ നമുക്ക് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്തിരി 2-3 കഷ്ണങ്ങൾ വലുതുണ്ട്, അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുട്ടികളെ തേങ്ങ അരച്ചിട്ട് നമുക്ക് നല്ല മല്ലിപ്പൊടിയും മുളകും പൊടിയും 2 വെളുത്തുള്ളിയും പിന്നെ വേപ്പിൻ്റെ ഇലയും കുറച്ച് പെരിഞ്ചീരകം കൂടുതലായാൽ പിന്നെ അതിൻ്റെ കുത്തൽ നന്നുണ്ടാവും. അപ്പോൾ രണ്ട് മണി പെരിഞ്ചീരകം ഇട്ട് നല്ല മൂപ്പിച്ചിട്ട് അത് തേങ്ങ അരച്ചിട്ട് തന്നെ മൂപ്പിച്ചിട്ട് വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയൊക്കെ സാധാ പോലെ തന്നെ ചുവന്നുള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇത്തിരി ഉപ്പ്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുളിവെള്ളം, നാടൻ പുളി പിഴിഞ്ഞിട്ട് ഒരു തിളപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ അരപ്പ് ചേർക്കുക ചെയ്തത്. പുളിവെള്ളത്തിൽ മീൻ ഇട്ടിട്ട് ഒരു തിളപ്പിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അരപ്പ് അപ്പം തന്നെ റെഡിയായി. എല്ലാം ചൂടൊക്കെ ആറി മിക്സിയിലിട്ട് അരച്ച് അപ്പോൾ മീനിൽ വന്ന് നോക്കുമ്പോൾ അത് അതിലൊഴിച്ചു. പിന്നെ നല്ല ഒന്ന് കുറുക്കി ചാറോടെ നമുക്ക് മീൻ കറി കിട്ടണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാറ്റി വെച്ച വലിയ അയില കുട്ടികളുണ്ട്. അപ്പോൾ അതിനെ കായം പരത്തി മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും, ഇത്തിരി കുരുമുളകും, അച്ഛന് എരിവ് വേണേ, അപ്പോൾ കുരുമുളകും ഇട്ടു. പിന്നെ ഇത്തിരി വേപ്പിൻ്റെ അല്ലെങ്കിൽ സാദാ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് സാദാ വറക്കണ പോലെ അതിൻ്റെ കായം പരട്ടി വെച്ചു. ഇതൊരു വന്നപ്പോൾ പിന്നെ വറവിന് പിന്നെ ഇന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നല്ല മൂപ്പിച്ചിട്ട് പിന്നെ കറിയൊക്കെ നല്ല കുറുകി ചാറോടെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ വറവിട്ടു. പിന്നെ ഇതിൽ സ്പെഷ്യലൊന്നുമല്ല, അമ്മ ഇവിടെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ബീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു ബാക്കി, അപ്പോൾ അത് തിളയൊക്കെ വന്ന് വറവൊക്കെ ഇട്ടപ്പോൾ ഒന്ന് ലെവൽ പറയുമ്പോൾ ഒന്ന് തിളയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിച്ചപ്പൊക്കെ ഇട്ടു. പിന്നെ സാധാ പോലെ മീൻ വറുത്തു, ഇത്തിരി പെരിഞ്ചീരകവും വേപ്പിൻ്റെ ഇലയൊക്കെ ഇതാക്കിയിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇതേപോലെ